ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അമൃതം പൊടി കൊണ്ടുള്ള കുക്കീസ്. അപ്പോൾ എനിക്ക് കോൾഡ് പിടിച്ചിട്ടുള്ളത്, അപ്പോൾ സൗണ്ടിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിത് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന അമൃതം പൊടി മിക്സ് ആയിരുന്നു. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് റെസിപ്പി ഒക്കെ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ച് കുക്കീസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതിന് വേണ്ടി ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് മൈദയും എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറും 3 ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് ഈ കുക്കീസ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറും ചേർത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അമൃതം പൊടിയിൽ നല്ല മധുരം ഉണ്ടാവും. ഇതിനിടയിൽ ഞാൻ 2 ടേബിൾ സ്പൂണും കൂടി വീണ്ടും ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് പാലും ചേർത്ത് നല്ല പോലെ ഇതൊന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ കുഴച്ച് ഈ ഒരു പരുവത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വിരിച്ചു കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കുഴച്ച് വെച്ച മാവിൽ നിന്നും ഒരു ചെറിയ ബോളായി എടുത്ത് ഇതുപോലെ കൈയുടെ ഉള്ളിൽ വെച്ച് നമുക്കിങ്ങനെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ അമൃതം പൊടി വെച്ച് കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ ഇതാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എന്തായാലും കുക്കീസെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോക്ലേറ്റ് ചിപ്സ് വെച്ചിട്ട് അതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഓരോ കുക്കീസിൻ്റെ മേലെയും ഞാൻ ഇതുപോലെ ചോക്ലേറ്റ് ചിപ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രീ ഹീറ്റ് ആയ ഓവനിലേക്ക് നമുക്ക് നമ്മുടെ ഈ കുക്കീസ് വെച്ചുകൊടുത്ത് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 160 ഡിഗ്രിയിൽ തന്നെ ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവൻ ഇല്ലാത്തവർക്ക് നമുക്കിതുപോലെ പാനിലും ചെയ്തെടുക്കാം. പാനിലൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 40-45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ എൻ്റെ കുക്കീസൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ 20 മിനിറ്റ്സിന് ശേഷം കുക്കീസ് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഓവണിൽ നിന്നും എടുത്ത് ഇത് ചൂടാറാൻ വേണ്ടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുക്കീസൊക്കെ നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതാ നിങ്ങൾക്കിത് കാണുമ്പം തന്നെ മനസ്സിലാവും എത്രത്തോളം നല്ല ക്രിസ്പി ആയിട്ടുള്ള കുക്കീസാണെന്ന്. അപ്പോൾ അമൃതം പൊടി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്തില്ല എങ്കിൽ നിങ്ങളെ കുട്ടികൾക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.